ഇന്ന് ജൂൺ 1 8 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ കന്നഡ സിനിമയാണ് O2. ചിത്രം കന്നഡ ഭാഷയിൽ മാത്രം ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ക്ഷണം എന്ന സിനിമ. ചിത്രത്തിന്റെ തമിഴ് ഡബ്ബ് കഴിഞ്ഞ ദിവസം മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് എന്ന് പ്രത്യേകം പ്രേക്ഷകരെ അറിയിച്ചുകൊള്ളട്ടെ. അടുത്ത അപ്ഡേറ്റ് ഒരു തെലുഗു സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. യാക്ഷണി എന്നാണ് സീരീസിന്റെ പേര്. ജൂൺ 14 തീയതി ഈ സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ സീരീസ് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് ഒരു ജാപ്പനീസ് ചിത്രം കൂടിയായ ഗോഡ്സില്ല -1 എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ജാപ്പനീസ് ഭാഷയ്ക്ക് പുറമെ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളിലും സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ലഭ്യമാണെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അടുത്ത അപ്ഡേറ്റും ഒരു അന്യഭാഷാ സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. പറവ് എന്നാണ് സീരീസിന്റെ പേര്. C5 തെലുഗു, തമിഴ് ഭാഷകളിൽ ജൂൺ 14 മുതൽ സീരീസ് ലഭ്യമാകുന്നതാണ്. സീരീസിന്റെ പ്രൊമോ ഒപ്പം തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ മെയ് 31 OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ആമസോൺ പ്രൈമിന്റെ സീരീസ് ആണ് ദി ഔട്ട്ലൂസ്. സീരീസിന്റെ ഏറ്റവും പുതിയ സീസൺ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത രണ്ട് അപ്ഡേറ്റുകൾ മോളിവുഡിൽ നിന്നാണ്. അതിലൊന്ന് മെയ് 1 തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണല്ലോ. നിവിൻ നായകനെ സിനിമയുടെ OTT അവകാശങ്ങൾ സോണി ലിവാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷമായിരിക്കും സോണി ലിവിലൂടെ മലയാളി ഫ്രം ഇന്ത്യ OTT റിലീസ് ചെയ്യുക. ജൂൺ അവസാന വാരത്തോടെ അതല്ലെങ്കിൽ ജൂലൈ മാസത്തോടെ സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളിക്കൊപ്പം ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു മലയാളം സിനിമയാണല്ലോ നടിഗർ. വൻ ദുരന്തമായിട്ട് തിയേറ്ററുകളിൽ മാറിയ ടൊവിനോ നായകനെ എത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച സിനിമ വരുന്ന ആഴ്ച അടുത്ത ഒരാഴ്ചക്കുള്ളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മെയ് 3 തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ജൂൺ 6 അതല്ലെങ്കിൽ ജൂൺ 7 തീയതി OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒഫീഷ്യൽ OTT അപ്ഡേറ്റ് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പാൻ ഇന്ത്യൻ ഭാഷകളിൽ നടിഗർ ലഭ്യമാകുന്നതാണ്. കാത്തിരിക്കൂ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്.